2014 ഒരു ഫേമസ് ഫോട്ടോ ഉണ്ട്. അന്ന് അതിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് നഷ്ടമായൊരു വിജയം. അതിനുശേഷം 2016 കോപ്പ അമേരിക്ക വേദിയിൽ വെച്ച് തൻ്റെ പെനാൾട്ടി മിസ്സിൻ്റെ പേരിൽ അർജന്റീന പരാജയപ്പെടുകയാണ്. അന്ന് അത് അയാൾക്കൊരു സ്റ്റേഡിയം അല്ലായിരുന്നു. ലോകത്തിന് നടുവിൽ ഒറ്റപ്പെട്ട പോലെ അയാൾ വിങ്ങി പൊട്ടുകയാണ്. ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറം ഭാരം നെഞ്ചിലേറ്റിയതുകൊണ്ടായിരിക്കണം അന്ന് അയാൾ ഫുട്ബോൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കും. ഇനി എനിക്കിവിടെ ഒന്നും നേടാനില്ലെന്നും ഞാനൊരു പരാജയമാണ് എന്നൊക്കെ അയാൾ സ്വയം വിലയിരുത്തുകയാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു ചാവേർപ്പട അയാൾക്ക് ചുറ്റും ഒത്തുകൂടുകയാണ്. അയാൾ തൂകിയ കണ്ണീരിന് പകരം ചോദിക്കാൻ, ഈ ലോകം വെട്ടിപ്പിടിക്കാൻ അവർ യാത്ര തിരിക്കുകയാണ്. അതിനുശേഷം കോപ്പ അമേരിക്ക മാത്രമല്ല, ലോക കിരീടം വരെ വെട്ടിപ്പിടിച്ച അസാധ്യമായ യാത്ര. കപ്പിനും ചുണ്ടിനും ഇടയിലുള്ള ദൂരം എത്ര യാതന നിറഞ്ഞതാണെങ്കിലും അവസാനം അതിൽ ചുംബിക്കുമ്പോൾ അതിനേറെ സൗന്ദര്യമുണ്ടെന്ന് അവർ ലോകത്തിന് കാണിച്ചു. എല്ലാം നഷ്ടമായിടത്ത് നിന്ന് ലോകം കീഴടക്കിയ മനുഷ്യന്റെ കഥ ഒരു ചരിത്രം തന്നെയാണ്. അയാൾ പൂർണ്ണനായി, ഇനി ഒന്നും നേടാനില്ല. പക്ഷെ ഈ വേൾഡ് കപ്പ് വേദിയിലും അതേ മിശിഹ അതേ ചാവേർപ്പടയുമായി വീണ്ടും വരുന്നു. തോറ്റെന്നുറപ്പിച്ച മത്സരങ്ങൾ അയാൾ ഒറ്റയ്ക്ക് തോളിലേറ്റി വിജയിപ്പിക്കുന്നു. ആധുനിക ഫുട്ബോളിന് അയാളെ ഇപ്പോഴും പിടിച്ചു നിർത്താനാകുന്നില്ല. പക്ഷെ തുടർച്ചയായി ഈ രണ്ടാം ഫൈനലിൽ അവർ പ്രവേശിച്ച് പരാജയപ്പെട്ടപ്പോൾ ലോകം അതിനെ അകമഴിഞ്ഞ് ആഘോഷിക്കുകയാണ്. ഫുട്ബോളിന്റെ സൗന്ദര്യം നഷ്ടപ്പെടാത്ത വിധം നിങ്ങൾക്ക് ഈ ടീമിനെ വിമർശിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. പക്ഷേ ഒരു ചിരി കൊണ്ട് പോലും നിങ്ങൾക്ക് അയാളെ വിമർശിക്കാനുള്ള അർഹതയില്ല. കാരണം സ്വപ്നം കാണുന്നതിനും അപ്പുറത്താണ് ഇന്ന് അയാളുടെ സ്ഥാനം. ഓ ലയണൽ മെസ്സി, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us.